ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു വെറ്റിലൊക്കെ മുറുക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഏതോ ഒരു കാക്കിയാവുന്നതാണ്. ഭയങ്കര ആളാണ്, സൂപ്പർമാൻ ഭയങ്കര ആളാണ്. അവൻ കണ്ണെത്തുന്നിടത്ത് കാലെത്താൻ കഴിയുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്ന, അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലഹു ഹിമാറുൻ 40 വാരയുള്ള ഒരു വാഹനം അവനുണ്ട്. കണ്ണെത്തുന്നിടത്ത് കാലത്തും ഭൂമിയിൽ ചുറ്റുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നത്തെക്കാൾ വലിയ ഒരു വിമാനമായിരിക്കും അത്. ചിലപ്പോൾ അങ്ങനെയാണ് സാധ്യത, വിമാനമാവാനാണ് സാധ്യത. അതിൻ്റെ ആളുകൾ അവരാണ് താനും. ഞങ്ങൾ ആളാൻ പരിചയപ്പെട്ട് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഭയങ്കര കരുത്തായിരിക്കും. കാരണം അവന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സൗകര്യങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബ് ലുഡ് എന്നാൽ ലുഡ് എയർപോർട്ട് തന്നെയാവാനാണ് സാധ്യത. ഒരു പ്രദേശത്തിന്റെ കവാടം ഇന്ന് എയർവേയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നിങ്ങൾ ദജ്ജാലിന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. 13,000 പെണ്ണുങ്ങൾ, ജൂത പെണ്ണുങ്ങളാണ് കൂടെ നടക്കുക. 13,000 ഭയങ്കര ഇങ്ങനെ ഭാഗത്തേക്ക് വരാൻ ആരുടെ കൂടെ ഉണ്ടാവും? ഒരു ഫ്ലൈറ്റ് 10 ഫ്ലൈറ്റ് ഒന്നും ആവില്ല. അങ്ങനെ പറക്കരുത്, ദുനിയാവാകരുത്. വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലാണ് ഭൂമിയിലെ ഒരു സ്വർഗം. വീട് ആലിം താമസിച്ച സ്ഥലമാണ്, മിമ്പർ ആലിം ഇൽമ് പറഞ്ഞ സ്ഥലമാണ്. അത് രണ്ടിൻ്റെയും ഇട. നിന്റെ മെഹ്റാബ് എന്ന് പറഞ്ഞില്ലല്ലോ, നിന്റെ മെഹ്റാബ് എന്ന് പറഞ്ഞില്ല. കാരണം മെഹ്റാബ് ഇബാദത്തിന്റെ സ്ഥലമാണ്, മിമ്പർ ഇൽമിന്റെ സ്ഥലമാണ്. സ്വർഗം ഇൽമാണ്, ഇബാദത്തല്ല. അപ്പൊ അവിടെ ഇൽമാണ്. പിന്നെ ഒരു സ്വർഗം, പിന്നെ സ്വർഗം ഇതാണ് ഏത്? മജ്ലിസുൽ ഇൽമാണ്. അപ്പോൾ 2 സ്വർഗം ഒന്നാണ്, 2 സ്വർഗം ഒന്നാണ് ഇൽമ. അവിടെയും മിൻ ഹൈസു ബൈത്തുൽ ആലിമാണ്, വമിൻ ഹൈസു മൗളിഉൽ ഇൽമാണ്. പിന്നെ ആലിമിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയ സ്ഥലമാണ്. മാബൈന ഖബരി വംബരി, ആലിം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സ്ഥലമാണ്. അവിടെയാണ് റസൂൽ ഏറ്റവും നടന്ന സ്ഥലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിം മുസ്തഫ നബിയാണ്. ഇനി നാടോ, ഇനി രണ്ടാമത്തതോ, ഇതും ഇൽമാണ്. ഇനി ആ ആലിമിനെ സ്വീകരിച്ച നാടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ച സ്ഥലമാണ്. ആ നാട്ടിലേക്ക് ദജ്ജാൽ വരില്ല, മക്കയിൽ വരില്ല, പിന്നെ മദീനയിൽ വരില്ല. അതുകൊണ്ട് തന്നെ അന്താക്കി തന്നെയാ പുറപ്പെടുക. കാരണം ആലിമിനെ നിഷേധിച്ച സ്ഥലമാണ്, തിരിഞ്ഞിട്ടില്ല. അവൻ വരില്ല. എങ്ങോട്ട് വരില്ല? ഹിദായത്തിന്റെയും ഇൽമിന്റെയും മഖാമാണ് മക്ക. ഹിദായത്തിന്റെയും ഇൽമിനെയും സ്വീകരിച്ച നാടാണ് മദീന. അവിടെ കയറൂല. പിന്നെ തുവാ പർവ്വതത്തിൽ കയറൂല. തുവാ പർവ്വതത്തിന്റെ തൂർ പർവ്വതത്തിൽ ദജ്ജാൽ കയറൂല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മുനാജാത്ത് നൽകി. ആരുമായി? വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. സയ്യിദനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഇൽമിന്റെ മുനാജാത്ത് നൽകിയ സ്ഥലമാണ് ബഹുമാനപ്പെട്ട തൂർ പർവ്വതം. അതും ഇൽമിന്റെ സ്ഥലമാണ്, അങ്ങോട്ട് വരില്ല. പിന്നെ അമ്പിയാക്കൾ ഇൽമ പഠിപ്പിച്ച സ്ഥലമാണ് ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസ്, അവിടേക്കും വരില്ല. ചുരുക്കത്തിൽ ഇൽമാണ് ദജ്ജാലിനെ ഒഴിവാക്കാനുള്ള ബേസ്. അതുകൊണ്ട് തന്നെ ദജ്ജാൽ പുറപ്പെടുന്ന സ്ഥലം അന്താക്കിയ തന്നെ ആയിരിക്കും. കാരണം ഇൽമിനെ നിഷേധിച്ച നാടാണ് അന്താക്കിയ. 2 ഇൽമിനെ നിഷേധിച്ചു. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദനാ മൂസ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുറത്താക്കി. പിന്നെ യാസീനിലും അവർ വന്നത് എന്തിനാ? മനസ്സിലായില്ല. അവർ വന്നത് എന്തിനാ? ഇത്തബിഉ മൻ ലാ യസ്അലുക്കും. ഒരു പൈസയും കൊടുക്കണ്ട, വെറുതെ വയറ് കേട്ടാ മതി, നന്നായി തീരാൻ വേണ്ടിയാ. ഇത്തബിഉ മൻ ലാ, ഓർക്കേണ്ടോട്, ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. ഹിദായത്തിന് എന്റെ പ്രചാരകരും ഹിദായത്ത് നേടിയവരുമാണവർ. അവർ പറയുന്നത് കേൾക്കുകയും ആ കൂട്ടത്തിൽ വയറ് പറയാൻ വേണ്ടി വന്നു. ആ മനുഷ്യനെ എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ ഒന്ന് ഉറക്കെ പറഞ്ഞേക്കി. അവൻ വളരെ ചിന്തിക്കണം. ഇവിടെ നിന്നാണ് അവൻ അന്താക്കിയെന്ന് പുറപ്പെടും. മദീനയെ ചെല്ലും ദജ്ജാൽ. പക്ഷേ മദീനയിൽ നിന്ന് അവന് സമ്മതം കിട്ടൂല, മലക്കുകൾ അവനെ പുറത്താക്കും. പിന്നെ അവൻ സിറിയയിൽ പ്രവേശിക്കും. എന്നാണ് അഫീഖ് എന്ന സ്ഥലത്ത് വെച്ച് അവനെ പിന്തുടരും സയ്യിദുനാ ഈസ. അഫീഖ് എന്നത് ഒരു സിറിയൻ പട്ടണമാണ്. അഫീഖ് അതായത് തൊബരിയയുടെ ഏകദേശം തെക്കു ഭാഗത്ത് സിറിയയുടെയും ഇന്നത്തെ ഇസ്രായേലിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിറിയൻ പട്ടണമാണ്. ഈ ഇന്നത്തെ ഇസ്രായേലിനെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിനെ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ
സത്യത്തിൽ അത് ഒരു ഭാഗത്ത് ജോർദാൻ, ഒരു ഭാഗത്ത് സിറിയ, ഒരു ഭാഗത്ത് മുനമ്പിലേക്ക് കയറിയിട്ട് നേരെ മുനമ്പിലേക്ക് ഇങ്ങോട്ട് കയറിയിട്ട് സൗദിയുടെ മുനമ്പ് അങ്ങോട്ട് ചെന്നെത്തുക. ഒരു ഭാഗത്ത് ഈജിപ്റ്റ് അതേപോലെ തന്നെ ഈജിപ്റ്റ്, ജോർദാന്, സിറിയ, ഇതുമായി ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു പ്രദേശത്തിന് ഏകദേശം മെഡിറ്ററേനിയൻ സമുദ്രത്തോട് തൊട്ട് നിൽക്കുകയാണ് സത്യത്തിൽ ഈ തെൽ അവീവും എല്ലാം. അവിടെയാണ് അഫീഖ് എന്നൊരു പട്ടണമുണ്ട്. ഈ പട്ടണത്തിന്റെ ഏതാനും നാഴിക പടിഞ്ഞാറോട്ട് ചെന്നാൽ തൊബരിയ തടാകം കാണും. തൊബരിയ തടാകത്തിൽ നിന്നാണ് ജോർദാൻ നദി ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുക. തൊട്ട് ആണ് തൊബരിയ തടാകത്തിന്റെ ഇവിടെ അഫീഖ് എന്നൊരു സ്ഥലമുണ്ട്. ഇത് നേരെ ഈ തൊബരിയ തടാകത്തിന്റെ ഏകദേശം മുകൾ ഭാഗത്ത് 2000 അടി താഴ്ചയിലേക്ക് ഒരു പ്രദേശമുണ്ട്. അതാണ് അഫീഖ് താഴ്വര എന്ന് പറയുന്ന ചെങ്കുത്തായ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വര ഈ നമ്മള് ഏകദേശം ഈജിപ്തിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഇന്ത്യൻ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ ചിലപ്പോൾ ആ ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്യാൻ, ഫ്ലൈറ്റ് വഴി യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു പ്രദേശമാണ്. തൊബരിയ തടാകത്തിന്റെ മുകൾ ഭാഗത്താണ് ഏകദേശം അഫീഖ് മലമുകളിൽ നിന്നുള്ള ഒരു താഴ്വാരുണ്ട്. അതിന് അഫീഖ് എന്ന് പറയും. അഫീഖ് മലയിടുക്ക്. അവിടെ വെച്ചിട്ടാണ് ദജ്ജാലിനെ സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടുമുട്ടുക. അവനെ കൊല്ലുന്നത് ഇസ്രായേലിലെ ലുഡ് എന്ന സ്ഥലത്ത് വെച്ചാണ്, ബാബുൽ ലുഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് എന്നാണ്. ബാബുൽ ലുഡിനെ ലിഡ എന്ന് പറയും. ഇപ്പോൾ ഇസ്രായേലിൽ ഒരു പട്ടണമുണ്ട്, ലിഡ എന്ന് പറയും. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വിമാനത്താവളം ലിഡയിലാണ്. ടെൽ അവീവിൽ നിന്ന് വളരെ അടുത്താണ്. ഉദാഹരണം പറയാ, നമ്മളുടെ കോഴിക്കോട് വിമാനത്താവളം കോഴിക്കോടല്ലല്ലോ പറയാ, കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയാം. പക്ഷെ കാലിക്കറ്റല്ല, എവിടെയാ? ഞങ്ങളെ നാട്ടിൽ, മലപ്പുറം ജില്ലയിലാണ്. ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലെ എയർപോർട്ട് കൊണ്ട് കോഴിക്കോട്ടേക്ക് അഭിമാനിക്കാറുണ്ട്. മലപ്പുറത്തേക്ക് പേരൊന്നുമില്ല, പേര് നിങ്ങൾക്കും സ്ഥലം ഞങ്ങൾക്കുമാണ്. അപ്പൊ എന്നതുപോലെ സത്യത്തിൽ കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയും. ടെൽ അവീവിലെ പ്രധാനപ്പെട്ട എയർപോർട്ട് ലുഡിലാണ്. ലുഡിന് ഇപ്പോൾ ലിഡ പട്ടണം എന്ന് പറയും. ലിഡ, LYDDA, ലിഡ. അവിടെയാണ് ബാബുൽ ലുഡ് എന്ന ലുഡ് കവാടത്തിന്റെ അരികിൽ വെച്ച് സത്യത്തിൽ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ യാത്ര എയർവേയാണ്. മനസ്സിലാക്കണേ. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കവാടമാണല്ലോ എന്ത്, മലബാറിന്റെ കവാടമാണല്ലോ എന്ത്. എന്താണ് നിങ്ങൾ ഉറങ്ങണത്? മലബാറിന്റെ കവാടമല്ലേ ഇന്ന് കരിപ്പൂര്? മനസ്സിലായില്ല. മലബാറിന്റെ കവാടമാണ് എന്ത്? പറ, കരിപ്പൂര്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കണ്ണൂർ പുതിയ കവാടം വരുന്നുണ്ട്. ഈ കവാടം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് പോലെയല്ല. അവൻ വലിയ, നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല ദജ്ജാൽ. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു വെറ്റിലൊക്കെ മുറുക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഏതോ ഒരു കാക്കയാവുന്നതാണ്. ഭയങ്കര ആളാണ് സൂപ്പർമാൻ. ഭയങ്കര ആളാണ്. അവൻ കണ്ണെത്തുന്നിടത്ത് കാലെത്താൻ കഴിയുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്നതാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലഹു ഹിമാറുൻ 40 വാരയുള്ള ഒരു വാഹനം അവനുണ്ട്. കണ്ണെത്തുന്നിടത്ത് കാലത്തും ഭൂമിയിൽ ചുറ്റുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നത്തെക്കാൾ വലിയ ഒരു വിമാനമായിരിക്കും അത്. ചിലപ്പോൾ അങ്ങനെയാണ് സാധ്യത. വിമാനമാവാനാണ് സാധ്യത. അതിൻ്റെ ആളുകൾ അവരാണ് താനും. ഞങ്ങൾ ആളാൻ പരിചയപ്പെട്ട് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അല്ലാതെ ഇനി ഭൂമിയിൽ വരുന്ന ഒരാൾ കൈലപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളതൊന്നും നടക്കില്ല. കാരണം കൈലപ്പുറത്ത് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കണേ. ഹിമാർ എന്ന് ഈ വാഹനത്തെ പറയാനുള്ള കാരണം എന്താ? ഈ ഹിമാർ എന്നത് ആലങ്കാരികമായി പറഞ്ഞതാകാം. കാരണം ആ ജാതി ഹിമാറുകളാണ് അതിൽ യാത്ര ചെയ്യുന്നത്. യാത്രക്കാരിലേക്ക് ചേർത്ത് നോക്കിയാൽ അങ്ങനെയാണല്ലോ. സത്യത്തിലെ ഇവിടുന്ന് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ വൃത്തികെട്ട സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടിക്ക് തീട്ടവണ്ടി എന്ന് പറയും. എന്നാൽ അത് തീട്ടവണ്ടി ഉണ്ടാക്കിയ വണ്ടിയല്ല. അവന്റെ വാഹനം ഹിമാറാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹിമാർ ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ഹിമാർ ആയിരിക്കില്ല. അവനാകുന്ന ഹിമാറിലേക്ക് ചേർത്ത് നോക്കിയിട്ട് കോർപ്പറേഷനിലെ വൃത്തികേട് വാരിക്കൊണ്ടുപോകുന്ന വണ്ടിക്ക് ഇരുമ്പോണ്ടുണ്ടാക്കിയ വണ്ടിയാണെങ്കിലും പേരെന്താ? എന്താ കോഴിക്കോട്ടുകാരാണ്? കോർപ്പറേഷന്റെ അല്ലേ, അങ്ങനെയല്ലേ പറയാ? തീട്ടവണ്ടി എന്നല്ലേ പറയാ? ഒന്ന് പറയും മനുഷ്യന്മാരെ, നോമ്പ് മാത്രമൊന്നുമില്ല. പേടിയൊന്നും പേടിക്കണ്ട. അതിനേക്കാൾ വലിയതൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം ഇൽമോടിക്കാൻ വേണ്ടിയാ.
അത് തീട്ട വണ്ടി എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ തീട്ടുള്ളതുകൊണ്ടാണ്. എന്നതുപോലെ അതിന്റെ ഉള്ളിൽ ഹിമാറുകളാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം അവന്റെ മർക്കബിന് ഹിമാർ എന്ന് പറഞ്ഞത്. പിന്നെ മുസ്തഫ നബി പറയുന്നത് അതിന് 40 വാര അതിന് അകലുണ്ടായിരിക്കും. അങ്ങനത്തെ ഹിമാറിന്റെ ചരിത്രത്തിന് പരിചയമില്ല. ഒന്ന്. ഇനി രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് അതൊക്കെ ആവുകയും ചെയ്യും. ആചാര്യ വിമാനങ്ങൾ വരും. ഇപ്പോൾ തന്നെ വിമാനം വന്നല്ലോ. ഏറ്റവും വലിയ രാജകീയമായ കാറ് വിമാനത്തിൽ കയറ്റിയിട്ട് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഡൈനിങ് ഹാളും കോൺഫറൻസ് ഹാളും ഉള്ള ഭീമമായ വിമാനത്തിലാണ് അവസാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ലാസ്റ്റ് ഇന്ത്യയിൽ വന്നത്. അപ്പോൾ ദജ്ജാൽ എന്ന അവരുടെ സൂപ്പർമാൻ വരുമ്പോൾ എത്ര വലിയ വിമാനമായിരിക്കും? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇനിയും വരും. ശാസ്ത്രം അവസാനിക്കല്ല. അപ്പോൾ അവന്റെ വാഹനം അത്രയും വലിയ സൂപ്പർസോണിക് വാഹനമായിരിക്കും. ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കണം അല്ലേ? അയാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് കൊണ്ടുവന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആളുകൾ എന്താ ഉണ്ടായിരിക്കണം പറയില്ലേ? അവന് യാത്ര ചെയ്യാനുള്ള കാർ എവിടുന്ന് കൊണ്ടുവന്നു? അമേരിക്കയിൽ നിന്ന്, വാഷിങ്ടണിൽ നിന്ന് അവന് യാത്ര ചെയ്യാനുള്ള, അയാൾക്ക് യാത്രയുള്ള വാഹനം കൊണ്ടുവന്നില്ലേ? ആർക്ക്? ഈക്വലല്ലേ അത്? മറക്കാനായോ? അത് ഫ്ലൈറ്റിൽ കയറ്റി. ഫ്ലൈറ്റിൽ എന്തൊക്കെയുള്ളത്? ഫ്ലൈറ്റിലുള്ളത് കാറ് വെക്കാനുള്ള സ്ഥലം, വലിയ കാർ. ഇന്ത്യയിലെ അയാൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് കാറ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു കാറിലാണ് അയാൾ വന്നത്. ആ കാറ് ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുവന്നു. പിന്നെ ഫ്ലൈറ്റിൽ ഡൈനിങ് ഹാള്, കോൺഫറൻസ് ഹാള്, പിന്നെ ബെഡ്റൂം. പട്ടാളക്കാരും എല്ലാം ഒരു ലോകം കൊണ്ടാണ് ആര് വന്നത്? ഒന്ന് പറയും, ആര് വന്നത്? ഈ കഴിഞ്ഞ കൊല്ലം ബറാക്ക് ഒബാമ വന്നത്. പിന്നെയോ 100 കണക്കിന് ഒട്ടകങ്ങളെയും കുതിരകളെയും മുഴുവനും ഒരു പലയുടെ വിശാലമായ പലയുടെ പുറത്ത് കയറ്റിയിട്ട് 1000 പട്ടാളക്കാരെയും കയറ്റിയിട്ട് ഇനി എന്നെ പൊക്കിക്കൊണ്ടുപോ എന്ന് പറയും കാറ്റിനോട് സയ്യിദ്ന സുലൈമാൻ. എന്നിട്ടൊരു മഹാലോകം കൊണ്ട് യാത്ര ചെയ്തിരുന്നു സയ്യിദ്ന. ഇത് ഉപകരണ സഹായം കൊണ്ട് അവൻ ഉപയോഗിക്കലായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിൽ സൂചനകളുണ്ട്. ഇതിന്റെ അർത്ഥം ഇതായിരിക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ വേറെ വിഷയമുണ്ട്. ഇന്ന് മനസ്സിലാക്കണം, ഇന്ന് ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളം ലിഡ്ഡയിലാണ്. ലിഡ്ഡക്ക് പുണ്യനബി പറയുന്നത് ബാബ് ലുഡ് എന്നാണ്, ലുഡ് കവാടം എന്നാണ്. സത്യത്തിൽ ടെൽ അവീവിന്റെ കവാടം ലിഡ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അവിടേക്ക് എത്തലായിരിക്കാം. അപ്പോൾ ബാബലുഡ്, ചില വിഡ്ഢികളായ ആളുകൾ പറയാറുണ്ട് ബാബലുഡ് എന്ന ഒരു ഗേറ്റ് ലോകത്തിലല്ലോ, ഇന്ത്യ ഗേറ്റ് പോലെ. അതിന് ഹദീസിനെ മനസ്സിലാക്കണം. ഇത് പറഞ്ഞത് അഫ്സറുൽ അറബായ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കണം, തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം. അവിടെ വെച്ചിട്ടായിരിക്കാം പറഞ്ഞ വാക്കിന്റെ താല്പര്യം എന്ന് മനസ്സിലാക്കാം. ടെൽ അവീവിലെ പരിസരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബജ്പേ, നമ്മൾ ബജ്പേ എന്ന് പറയും. മംഗലാപുരം എയർപോർട്ട് മംഗലാപുരം അറിയും. മംഗലാപുരത്തല്ല, എവിടെയാ? ബജ്പേല. നിങ്ങൾക്ക് അറിയൂലേ? മനസ്സിലായില്ലേ? കഴിഞ്ഞ കൊല്ലം എന്താ പറയാ, ഫ്ലൈറ്റ് വീണ എയർപോർട്ട് മംഗലാപുരം എയർപോർട്ടാ. പക്ഷെ മംഗലാപുരത്തല്ല. എവിടെ എയർപോർട്ട്? ബജ്പേല. അപ്പൊ മംഗലാപുരത്തിന്റെ ബാബാണ്. ബാബു മംഗലാപുരമാണ്. ബാബു ബജ്പേ. ബജ്പേ എന്ന ബാദിലാണ് സത്യത്തിൽ മംഗലാപുരത്തിന്. എന്നതുപോലെ ആയിരിക്കാം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഇനി നമ്മൾ വരുന്ന ഒരാള് ഈ ഒരു വെറ്റിനെ മുറുക്കി നടക്കുന്ന ഒരാളൊന്നും ആയിരിക്കില്ല. ഭയങ്കരമായിരിക്കും. ചിന്തിക്കാൻ കഴിയും. ഭയങ്കരമായിരിക്കും. അവന്റെ ഒളിമ്പിക് നടന്നപ്പോൾ ഒളിമ്പിക്കിന് മഴ പെയ്യാതിരിക്കാനുള്ള ശാസ്ത്രീയ സൗകര്യം ചെയ്തു ചൈനക്കാർ. ദജ്ജാലുമായി ബന്ധമുള്ള ആളുകളാണ് ഞാൻ പിന്നെ പറയാം. ഒളിമ്പിക്കിന് ഇല്ലേ ഓർമ്മയില്ലേ? കഴിഞ്ഞത് അതിന്റെ മുകളിലെ വർഷം ഒളിമ്പിക്കിന് നടക്കുമ്പോൾ അല്ലേ, ലാസ്റ്റ് ഇപ്പോൾ നടക്കുന്ന അല്ലേ, ബീജിങ്ങിലോ മറ്റോ അല്ലേ നടന്നത്? ബീജിങ്ങിലല്ലേ, എന്താ അവർക്ക് പറയാ, ഒരു പ്രധാനപ്പെട്ട ബീജിങ്ങിൽ. ഏതായാലും ഒളിമ്പിക്കിന് മഴ പെയ്യാതിരിക്കും. ബീജിങ്ങിലെന്ന് എൻ്റെ തോന്നുന്ന ഓർമ്മ. മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മഴയെ തടഞ്ഞു. മഴ പെയ്യിപ്പിക്കുക, മഴയെ തടയുക. ഇതൊക്കെ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് അയാൾക്ക് ഒറ്റയ്ക്ക് കഴിയും ചെയ്യും. ഇയാൾക്ക് അല്ലാഹു ആ കരുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അയാൾക്കതിന് പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. അയാൾക്ക് സ്വയം തന്നെ കഴിയും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു പോത്തിന്റെ കൊമ്പൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് നമ്മളെ എന്നോട് പറഞ്ഞു, പിന്നെ എന്താ പറയാ, നമ്മളെ ഈ മുൻഷി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ ചാനലില്ലേ, ഏതാണ് ആ ചാനല്? ഏഷ്യാനെറ്റിലെ മുൻഷിയിലെ ഒരു കോയിനെ പിടിച്ച് ഇങ്ങനെ വരുന്ന ഒരു കഥ പറഞ്ഞതുപോലെ വിച്ചങ്ങത്തി അരയിലും ഒരു കോഴി വെടിയും പിന്നെ ഒരു 2 മുടി അങ്ങോട്ടും ഒക്കെ ഉള്ള അക്കോളത്തിലുള്ള ഒരാളൊന്നും അല്ല ദജ്ജാൽ. ഭയങ്കര ആളാ, ഭയങ്കര കരുത്തായിരിക്കും.
കാരണം അവന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സൗകര്യങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബു ലുദ് എന്നാൽ ലുദ് എയർപോർട്ട് തന്നെയാവാനാണ് സാധ്യത. ഒരു പ്രദേശത്തിന്റെ കവാടം ഇന്ന് എയർവേയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അഫീഖ് കൊടുമുടിയുടെ താഴ്വര വെച്ച് അവന്റെ പിന്നാലെ വരും, എന്നിട്ട് ലുദ്ദിൽ വെച്ച് അവനെ കൊലപ്പെടുത്തും സയ്യിദുനാ ഈസ. അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഞാൻ വേറൊരു പോയിന്റ് നോക്ക്. ഞാനതിൽ മറ്റൊരു പോയിന്റ് കൊണ്ടുവരാനുള്ളത്, അഫീഖ് മലയുടെ കീഴിൽ വെച്ച് അവനെ പിന്തുടരുന്ന ഈസ എന്തിനാ ലുദ്ദിൽ വെച്ച് കൊല്ലുന്നത്? ചിലപ്പോൾ അവൻ്റെ യാത്രാവാഹനത്തെ പിന്തുടരലാകാം. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? അഫീഖിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണം. അഫീഖ് എന്നാൽ ഏകദേശം സിറിയയുടെയും ഇസ്രായേലിന്റെയും അതിർത്തി പ്രദേശമായ ഒരു ഭാഗമാണ് അഫീഖ് മലയിടുക്ക്. അവിടെ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് വരണം. തൊബരിയ തടാകത്തിനൊക്കെ മുകളിലൂടെ കുറച്ച് നേരെ ഇങ്ങോട്ട് വരണം. അപ്പോഴേ നമ്മൾ ലുദ്ദിലെത്തുകയുള്ളൂ. അപ്പോൾ അവൻ്റെ യാത്രാവാഹനത്തെ പിൻപറ്റലാകാം. ഈ യാത്രാവാഹനം ഫ്ലൈറ്റ് ആവാൻ തന്നെയാണ് പ്രഗത്ഭമായ സാധ്യത. അത് കാരണം 40 വാരണ്ട് ഹബീബായ റസൂലുള്ളാഹി. അത്രയും ഭീകരമായ ഒരു വാഹനമായിരിക്കാം അത്, എല്ലാവിധ സൗകര്യങ്ങളുമുള്ള എന്ന്. ഇനി ഞങ്ങൾ നേരെ കൊണ്ടുപോവാണ്. ഇനി നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് ഖുർആനിൽ ഏറ്റവും വിമർശിച്ചു പറഞ്ഞ ജനതയാണ്. ആരാണ് ഖുർആനിൽ ഏറ്റവും വിമർശിച്ചു പറഞ്ഞ ജനത? ജൂതന്മാരാണ്. ഖുർആനിൽ ഏറ്റവും വിമർശിച്ചു പറഞ്ഞ ജനത ജൂതന്മാരാണ്. ഖുർആൻ നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. سورة المائدة 32-33. ശ്രദ്ധിക്കുക. ഇനി ഒരു ക്ഷണം തെറ്റി ഞങ്ങൾക്ക് വിഷയത്തിൽ നിങ്ങൾ തെറ്റിപ്പോകും. ഇനി നമ്മൾ അതിൻ്റെ ക്ലൈമാക്സ് പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. കൊലപാതകം നടത്തുന്ന ജൂതന്മാരെ വിമർശിക്കാം. ജൂതന്മാരെ ശിക്ഷിക്കണമെന്ന് ഖുർആൻ പറയാം. എങ്ങനെ ശിക്ഷിക്കണം എന്നറിയോ? ഈ ആയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, ഈ ആയത്ത് കാബീലിനെ വിമർശിച്ചതിന് തൊട്ടടുത്തുള്ള ആയത്താണ്. മാഇദ 27-ാമത്തെ ആയത്ത് മുതൽ വത്സലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ് ഇൻ ഇദ് ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിൻ അൽ ആഖിർ ഖാല ലാ അഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഞങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോവാണ്. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നത് ഇപ്പോൾ ഞാൻ ഓടിയത് മാഇദ 32-33. ഈ ആയത്ത് വരുന്നത് കാബീലിനെ വിമർശിച്ചതിന് തൊട്ടാണ്. കാബീൽ ഏറ്റവും വിമർശിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? കൊലപാതകം തുടങ്ങിയത് കാബീലിനെ ഉടനെ പറഞ്ഞത് ജൂതന്മാരാ. ഇതിനർത്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തുന്ന സമൂഹം ജൂതന്മാരായിരിക്കും. പോയിന്റ് നമ്പർ 1 ശ്രദ്ധിക്കണേ. കാബീലിനെ പറഞ്ഞിട്ട് അത് നേരെ തൊട്ടാണ് ജൂതന്മാരെ പറയുന്നത്. കാബീൽ എന്നാൽ ആരാ? ലോകത്ത് എവിടെ ഒരു കൊല നടന്നാലും ഒരംശം കാബീലിനാണെന്ന് പുണ്യ റസൂൽ. മാമിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദം ലൗലി കിഫ്ലു മിൻ ദമിഹി ലിഅന്നഹു അവ്വലു മൻ സന്ന അൽ ഖത്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി കൊലപാതകം തുടങ്ങിയത് അയാളായതുകൊണ്ട് കൊലപാതകത്തിന്റെ ഒരു അംശം ശിക്ഷ എന്നും അയാൾക്കുള്ളതായിരിക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. ഇവരെ പറഞ്ഞിട്ട് കാബീലിനെ പറഞ്ഞ് തൊട്ടുടനെ പിന്നെ പറയാണ് ആരെ? ജൂതന്മാരെ.
കാരണം എന്നിട്ട് അവരെ പറ്റി പറയുന്നത് മൻ ഖതല നഫ്സൻ മിൻ അജ്ലി ഖതൽനാ അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല നാസ ജമീഅ. ആരെങ്കിലും കൊല്ലുകയോ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്താൽ ഭൂമി മുഴുവനും ഉള്ള ആളുകളെയും കൊന്നത് പോലെയാണെന്ന് ഞാൻ ജൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേലി സമൂഹത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ പറഞ്ഞത് ഈ സമൂഹത്തെ ശിക്ഷിക്കണം. ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹു വറസൂല വയസ്ഔന ഫിൽ അർദി ഫസാദൻ. ഭൂമിയിൽ കുഴപ്പമുള്ള ആള് ഉണ്ടാക്കുന്നവരെ ശിക്ഷിക്കണം. എങ്ങനെ? ശരിക്കും എങ്ങനെ? അയുഖത്തലു, ഒന്നിരിക്കൽ കൊല്ലുക, ഔ യുസല്ലബു, അല്ലെങ്കിൽ കുരിശി തറക്കുക, ഔ തുഖത്ത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ, അല്ലെങ്കിൽ എതിരായിട്ട് കൈയും കാലും മുറിക്കുക. ഇങ്ങനെ ഖുർആൻ നിന്ദ്യമായി ശിക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു സമൂഹം ഇവരെ പോലില്ല. അതായത് അവരെ ശിക്ഷിക്കണം എന്നത് ഔ തുഖത്ത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ, വലത്തെ കൈയും ഇടത്തെ കാലും വെട്ടണം. ആരുടെ? ഫസാദ് ഉണ്ടാക്കുന്ന ഈ സമൂഹം. അതിന് ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ആരാണ്? താനും ജൂതന്മാരാ. വ്യക്തമായി ഖുർആൻ പറഞ്ഞു, ലഹും ഖിസ്യും ഫിദ് ദുനിയ, ദുനിയാവിൽ എന്നോ അവർക്ക് നിന്യതയാണ് ഉണ്ടാവുക. ഉറപ്പല്ല നിന്യതയാണ്. ജൂതന്മാരെ സഹായിച്ചതിന്റെ പേരിൽ അവസാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇറങ്ങിപ്പോയത് ചെരിപ്പേറ് കൊണ്ടാണ്. ഇതിന് വലിയ ഖിസി എന്താ? ഇതിന് വലിയ നിന്യത എന്താ? ജൂതന്മാരുടെ ഭാഗത്ത് നിലകൊണ്ടു എന്നതിന്റെ പേരിൽ ഈ ബറാക് ഒബാമയുടെ തൊട്ട് മുമ്പുള്ള പ്രസിഡന്റ് എങ്ങനെ ഇറങ്ങിയത്? ജൂതന്മാരെ സഹായിച്ചു എന്നതിന്റെ പേരിൽ അവസാനം ചെരുപ്പ് എന്ന് പറഞ്ഞാല് കാലിന്റെ താഴിടുന്നതാണ്. ഈ ദുനിയാവിലെ ഏറ്റവും നിന്ദിക്കപ്പെട്ട സാധനമാണ്. അപ്പൊ വളരെ നമ്മൾ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. അപ്പൊ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഖുർആൻ ഇത്രയേറെ ക്രൂരമായി ശിക്ഷിക്കണമെന്ന് പറഞ്ഞ ഒരു സമൂഹം ഫസാദ് ഉണ്ടാക്കുന്നവരാ. ഈ ഫസാദ് ഉണ്ടാക്കുന്നവരാകട്ടെ അതിന്റെ തലതൊട്ടപ്പന്മാർ ജൂതന്മാരായിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ആയത്ത് പറഞ്ഞുതരാം. لقد أخذنا ميثاق بني إسرائيل وأرسلنا إليهم رسلا كلما جاءهم رسول بما لا تهوى أنفسهم فريقا كذبوا وفريقا يقتلون. ലോകത്തെ ഏറ്റവും കൂടുതൽ അമ്പിയാക്കളെ കൊന്നത് ജൂതന്മാരാണ്. ലോകത്ത് തലേക്ക് കയറി വാ. അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വിഷയങ്ങളുമായി അമ്പിയാക്കൾ വന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാഗം അമ്പിയാക്കളെ അവർ കളവാക്കി ഓടിച്ചു, ഒരു ഭാഗം അമ്പിയാക്കളെ അവർ കൊല്ലുകയാണ് ചെയ്തത് എന്ന് വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. അമ്പിയാക്കളെ എന്തിനാണ് ജൂതന്മാർ കൊന്നത്? എന്തിനാണ് അമ്പിയാക്കളെ ജൂതന്മാർ കൊന്നത്? എന്തിനൊന്ന് അവർ കൊന്ന അമ്പിയാക്കളെ ഞാൻ എണ്ണ, ചില നബിമാരെ എണ്ണ, ഖുർആനെ പരിചയമുള്ള നബിമാരെ എണ്ണ. ഒന്ന് സക്കരിയാനെ അവർ കൊന്നത്. ജൂതന്മാരാണ് സക്കരിയ നബിയെ കൊന്നത്. സക്കരിയ നബിയെ ജൂതന്മാരെന്തിനാ ഒന്ന്? വ്യഭിചാരത്തിനെതിരെ വേറെ പറഞ്ഞ കാരണം. ഓഹോ, അപ്പൊ ജൂതന്മാർക്ക് ഏറ്റവും വലിയ പ്രശ്നം വ്യഭിചാരം തടയലാണ്. ആദ്യത്തെ കൊലപാതകവും വ്യഭിചാരത്തിന്റെ പേരിലാണ്. കാബീല് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാബീലിനെ കൊന്നത്, അല്ലേ? പറ ശരീഅത്തനുസരിച്ചല്ലാത്ത എല്ലാ വീഴ്ചയും വ്യഭിചാരം. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ വീഴ്ച അപ്പൊ വ്യഭിചാരം. അപ്പൊ ലോകത്ത് ആദ്യമായി ഒരു കൊലപാതകം നടന്നത് വ്യഭിചാരത്തിനാണ്. ഇസ്രായേലികൾ ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അൽ ബഖറയിൽ കാണാം, മാഇദയിൽ കാണാം, ഒരുപാട് കാണാം. മാഇദയിൽ 70-71 വചനങ്ങളിൽ അമ്പിയാക്കളെ അവർ കൊന്നു. അൽ ബഖറയിൽ കാണാം, അൽ ബഖറയിൽ 61 വളിബത അലൈഹിം ദില്ലത്തു വൽ മസ്കന വബാഉ ബിഗളബിൻ മിൻ അല്ലാഹ് ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന അൻ-നബിയ്യന ബിഗൈരിൽ ഹഖ്. അൽ ബഖറ 61, മാഇദ 70-71, മാഇദ 82, ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. അമ്പിയാക്കളെ കൊന്നു. ആര്? ജൂതന്മാർ. കൊലപാതകത്തിന്റെ വക്താക്കളെ അക്കാലത്തും ജൂതന്മാരാണ്. എന്തിനാണ് നബിമാരെ അവർ കൊന്നത്? നബിമാരെ അവർ കൊന്നത് വ്യഭിചാരത്തിനെതിരെ വയൽ പറഞ്ഞപ്പോഴാണ്. വ്യഭിചാരത്തിനെതിരെ വയൽ പറഞ്ഞ സ്റ്റേജിൽ നിന്നാണ് ഓടിച്ചത്. ആരെ ഓടിച്ചത്? സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം. സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം ഒരു മരത്തെ പിളർത്തിയിട്ട് മരത്തിന്റെ ഉള്ളിലേക്ക് കയറി. മുഅ്ജിസത്തുണ്ട്. അവർ വന്ന് ആ മരത്തെ മുറിച്ചിട്ട് ആ മരത്തെ വീർച്ച വാൾ വെച്ചിട്ട് ഈർന്നങ്ങോട്ട് കൊന്നു സക്കരിയ നബിയെ അലൈഹിസ്സലാം. സയ്യിദുനാ സക്കരിയ സയ്യിദുനാ സക്കരിയ. അപ്പൊ സക്കരിയ നബിയെ ജൂതന്മാരാണ് കൊന്നത്. എന്തിനാ കൊന്നത്? വ്യഭിചാരത്തിനെതിരെ
വാള് പറഞ്ഞു. ശരി, പോയിന്റ് നമ്പർ 1. നമുക്ക് വേറൊരാളെ പരിചയപ്പെടാം. സക്കരിയയുടെ മകൻ സയ്യിദുനാ യഹ്യ. അങ്ങനെ സയ്യിദുനാ യഹ്യ. ഓഹോ, എന്തിനാ യഹ്യ നബിയെ കൊന്നത്? ഇതന്നെ. സക്കരിയ നബിയെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ ദൗത്യം പിന്നെ ഏറ്റെടുത്ത സ്വന്തം മകൻ യഹ്യയാണ്. ഇവരൊക്കെ വാള് പറഞ്ഞത് പ്രധാനമായും ജനങ്ങളെ വ്യഭിചരിക്കരുത് പ്രധാനമായും. വലിയ മഹാനായിരുന്നു സയ്യിദുനാ യഹ്യ. വലിയ മഹാനാ, ചരിത്രം അംഗീകരിക്കുന്ന മഹാൻ. فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. ആല ഇമ്രാൻ 31, 39, 40, 41 ആയത്തുകൾ നോക്കിയാൽ അവിടെ കാണാം. സയ്യിദുനാ സക്കരിയ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ മലക്കൾ വന്ന് പറഞ്ഞു, വളരെ സ്വാലിഹായ, വളരെ സത്യവാനായ, ധർമ്മബോധമുള്ള ഒരു മകങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിസ്കരിക്കാൻ മെഹ്റാബിൽ ബൈത്തുൽ മുഖദ്ദസിലെ ഖാദിയായിരുന്നു സയ്യിദുനാ സക്കരിയ വന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ആര്? യഹ്യ. ബാപ്പയെ ജൂതന്മാർ വ്യഭിചാരത്തിനെതിരെ ബാപ്പ വാള് പറഞ്ഞപ്പോൾ ബാപ്പയെ കൊന്ന്. അപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്ത മകൻ സയ്യിദുനാ യഹ്യ. യഹ്യക്ക് അല്ലാഹു തആല അനുഭവത്തോട് കൊടുത്തു. പിന്നെ ഭയങ്കര പ്രസംഗങ്ങളാണ് നടത്തി. പ്രസംഗങ്ങൾ പെരുമ്പറയടിക്കും പോലെയായി. ഇസ്രായേലികൾ അനവധി ആളുകൾ സത്യം മനസ്സിലാക്കി. പക്ഷേ രാജകിങ്കരന്മാർക്കും നേതാക്കൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനം രാജാവിനും മന്ത്രിമാർക്കും വ്യഭിചരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന രാജവേശ്യകൾ അവർ യഹ്യക്കെതിരെ കേസ് കൊടുത്തു. യഹ്യയെ അറത്തിട്ട് തളികയിലാക്കി പ്രദർശിപ്പിച്ചാലല്ലാതെ ഇനി രാജാവിനും മന്ത്രിമാർക്കും ഞങ്ങൾ വഴിപ്പെടില്ല എന്ന് രാജവേശ്യകൾ വിളംബരം ചെയ്തു. അപ്പോൾ രാജാവ് യഹ്യയെ പിടികൂടി, അർത്തു, തളികയിലാക്കി 3 ദിവസം പ്രദർശിപ്പിച്ചു. എന്തിന്? ജൂതന്മാരാണ് ചെയ്തത്. എന്തിന്? പറ, എന്തിന്? വ്യഭിചാരത്തിനെതിരെ വാള് പറഞ്ഞു സയ്യിദുനാ യഹ്യ. അർഹതയുമില്ലാതെ നബിമാരെ കൊന്നവരാണ് ജൂതന്മാർ എന്ന് പറഞ്ഞു. മറ്റൊരാളാണ് സയ്യിദുനാ അർമിയ. ബൈബിളിൽ പറയുന്ന യെരമ്യാവ് പ്രവാചകൻ. യെരമ്യാവ് എന്ന് ബൈബിളിൽ പറയുന്ന യെരമ്യാവ്, അർമിയ അലൈഹിസ്സലാം. ജൂതന്മാരായ ആണും പെണ്ണും കൂടെ, പെണ്ണുങ്ങളുടെ ജന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. 13,000 പെണ്ണുങ്ങൾ, ജൂത പെണ്ണുങ്ങളാണ് കൂടെ നടക്കുക. 13,000. ഭയങ്കര ഇങ്ങനെ ഭാഗത്തേക്ക് വരാൻ ആരുടെ കൂടെ ഉണ്ടാവും? ഒരു ഫ്ലൈറ്റ് 10 ഫ്ലൈറ്റ് ഒന്നും ആവില്ല. അങ്ങനെ പറക്കരുത്, ദുനിയാവാകരുത്, ഭയങ്കരമായിരിക്കും. സയ്യിദുനാ അർമിയ ജൂത പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി പിടിച്ചു കെട്ടി തൂക്കുമരത്തിലേറ്റിട്ട് കൊന്നപ്പോൾ ആണും പെണ്ണും കൈകൊട്ടി എന്നാ ചരിത്രം. കൈകൊട്ടിയെടുക്കുന്നു, കൊന്ന് തൂക്കി കൊന്നപ്പോൾ പ്രവാചകനായ സയ്യിദുനാ അർമിയ അലൈഹിസ്സലാം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ജൂതന്മാരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ കൊന്നത്. എന്തിനായിരുന്നു പ്രവാചകന്മാരെ കൊന്നത്? വ്യഭിചാരം. ശ്രദ്ധിക്കണം, വ്യഭിചാരത്തിനെതിരെ വാള് പറഞ്ഞ പ്രവാചകന്മാരെയാണ് കാര്യമായി അവർ ലാക്കാക്കിയിട്ട് കൊന്നത്. ഓഹോ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്താണ് ഇവർക്ക് ഇത്ര വലിയ പ്രശ്നം? പ്രശ്നമൊന്നുമല്ല, അവർ കാത്തിരിക്കുന്ന ആൾ വ്യഭിചാരം വ്യാപകമായാലേ വരൂ. അവർ കാത്തിരിക്കുന്ന ആളാണ് ദജ്ജാൽ. ദജ്ജാലിനെ പുണ്യ റസൂൽ പരിചയപ്പെടുത്തിയത് സയ്യിദുൽ യഹൂദ് എന്നാണ്. ജൂത നേതാവാണ് ദജ്ജാൽ. ഹബീബായ നബി പറഞ്ഞു, അക്കാലത്ത് ലോകത്ത് പ്രസിദ്ധരായ 70,000 ചൂടന്മാർ അവരുടെ കൂടെ ഉണ്ടാകും. 70,000 ചൂടന്മാർ. 13,000 ചൂത പെണ്ണുങ്ങളും കൂടെ അങ്ങനെ നടക്കിയിരിക്കും ദജ്ജാലിന്റെ കൂടെ. പറഞ്ഞത് അപ്പൊ വിഷയത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. സത്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ചിത്രശക്തിയുടെ നേതാവാണ് ദജ്ജാൽ. അവർ കാത്തിരിക്കുന്ന ആളാണ്. വളരെ ചിന്തിക്കണം. അപ്പൊ അമ്പിയാക്കളെ അവർ കൊലപ്പെടുത്താനുള്ള മർമ്മപ്പെട്ട കാര്യം, അമ്പിയാക്കളെ കൊലപ്പെടുത്താനുള്ള മർമ്മപ്പെട്ട കാര്യം, ഈ അമ്പിയാക്കളുടെ ദഅവത്ത് ഇവിടെ അവർ നടന്നു പോയാൽ ജനങ്ങൾ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിയും. വ്യഭിചാരത്തിന് ജനങ്ങൾ പിന്തിരിഞ്ഞു പോയാലോ അവരുടെ നേതാവ് വരില്ല.
എന്നാണ് അവരുടെ നേതാവ് വരിക എന്ന് ചോദിച്ചപ്പോൾ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫാസുദൽ ഹുമുരി الرجال والنساء تفاصد الحمر يتصاف تفاصد الحمر في الطرق والاسواق نهارا جهارا. ആണും പെണ്ണും പരസ്യമായി നടുറോട്ടിൽ വ്യഭിചരിക്കുന്നത് തടയപ്പെടാത്ത കാലഘട്ടത്തിൽ ദജ്ജാൽ വരും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇനി ശരിക്കണം, യഹൂദിയത്തിന് സ്വാധീനമുള്ള രാജ്യങ്ങൾ മുഴുവൻ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ദുബായിൽ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പച്ചപ്പകൽ നട്ടുച്ച നേരം എൻ്റെ കൂടെയുള്ള ആൾ എന്നെ തൊണ്ടിരുന്ന് നോക്കി നടക്കും. ഇങ്ങനെ ജനം നിൽക്കുക, അതിൻ്റെ ഇടയിൽ ഒരാണും പെണ്ണും കെട്ടിപ്പിടിച്ചിട്ട് കിസ് ചെയ്യുക, കുതിമാറി. പച്ചപ്പകൽ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ 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 മനുഷ്യൻ. അപ്പൊ ആ ഉറപ്പ് അതൊരു രീതിയാക്കിയത്. ഇത് ഉറപ്പിന്റെ രീതിയാ, പടിഞ്ഞാറിന്റെ രീതിയാ. യഹൂദിയത്ത് എവിടെയൊക്കെ വേണോ ആ യഹൂദിയത്തിന്റെ പ്രചാരണമാണ്. മാത്രമല്ല മനുഷ്യനെ കുരങ്ങാക്കിയതിന്റെ പിന്നിലുള്ള താല്പര്യം ഇതായിരിക്കും ഈ ഒരു വൃത്തികേടിനെ സമൂഹത്തിലേക്ക് അടിച്ചു കയറ്റുക. നമ്മൾ വളരെ ചിന്തിക്കണം. അപ്പൊ ഇവിടെ കാത്തിരിക്കണം ഒരാളുണ്ട്. ആണും പെണ്ണും പകലും വൃത്തികേട് ചെയ്യാൻ മടിയില്ലാത്ത കാലഘട്ടത്തിൽ ദജ്ജാൽ വരും എന്ന് പുണ്യ റസൂൽ. ഇനി നമുക്ക് വേറൊരു ആശയം കൂടി മനസ്സിലാക്കാം. ഫിലിം എന്താണെന്ന്, ചാനൽ എന്താണെന്ന് ലോകം അറിയുന്നതിന് മുമ്പ് ബ്ലൂ ഫിലിമിന് വേണ്ടി ചാനൽ ഉണ്ടാക്കിയ ഒരേ ഒരു രാജ്യം ഇസ്രായേൽ. എന്താ താല്പര്യം? മനസ്സിലായില്ല. ഇന്നുണ്ട് ബ്ലൂ ഫിലിമിന് വേണ്ടി ഒരു ചാനൽ. വൃത്തികേട് ആ ചാനൽ ഇങ്ങനെ തുറന്ന ബ്ലൂ ഫിലിം ഫുൾ ടൈം നഗ്നരായ ആണും പെണ്ണും വൃത്തികേട് ചെയ്യുന്ന ചിത്രം, ആണും പെണ്ണിന്റെയും ശാരീരിക സംയോഗ ചിത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈവായ കഥകൾ, അതിന്റെ നേരിട്ട് ഇത് കാണിക്കാൻ വേണ്ടി ഒരു ചാനൽ. ഇതെന്തിനാ? എന്താണ് അവർക്ക് ലാഭം? അവർ കാത്തിരിക്കുന്ന ആള് വരണമെങ്കിൽ ഇത് നടന്നേ മതിയാവും.